പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാതീർത്ഥിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 100 രൂപയുടെ നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സാധാരണ നാണയങ്ങൾ പോലെ വിനിമയം ചെയ്യാൻ കഴിയുന്നതാണ് ഈ 100 രൂപ നാണയവും എന്നാണ് ചിലരെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതങ്ങനെയല്ല. ഇതുപോലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അപൂർവ നാണയങ്ങളുടെ ശേഖരമുള്ള ഒരു മുംബൈ മലയാളി ഇക്കാര്യം നമുക്ക് വിശദീകരിച്ചു തരും. നാണയങ്ങളെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റിയ ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. കല്യാണിൽ താമസിക്കുന്ന സൽഗുണൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഈ സേവാ തീർത്തുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നാണയം ഇറക്കി, 100 രൂപ നാണയം. അപ്പോൾ അത് വാർത്ത കണ്ട ആളുകളൊക്കെ അങ്ങനെ ഒരു 100 രൂപയുടെ പുതിയ കോയിൻ വന്നോ, ഇനിയിപ്പോൾ അതായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊരു സംശയമൊക്കെ വന്നു. ഇതിൻ്റെ മുന്നേ നമ്മുടെ RSSൻ്റെ കോയിൻ ഇറങ്ങുമ്പോഴും ഇതുമാതിരി കുറച്ച് അധികം പ്രചാരത്തിൽ വന്നിരുന്നു. ഇങ്ങനെ ഇനിയെല്ലാം RSSൻ്റെ ഫോട്ടോകൾ വെച്ചിട്ട് കോയിൻ ഇറങ്ങുമെന്ന്. സത്യത്തിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു ചെറിയൊരു അബദ്ധമാണിത്. അങ്ങനെ നാണയം ഉണ്ട്, വിനിമയത്തിലില്ലാത്ത സാധനമാണിത്. ഇത് വിനിമയത്തിൽ ഇത് വെറും ഈ ആളുകൾക്ക് കളക്ഷൻ ഹോബി, ചില ആളുകൾക്ക് ഹോബി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നതാണ്. ഇതിപ്പോ 150 രൂപയുടെ നാണയം 150 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 50 ഉണ്ട്. ഈ 150 രൂപ 150 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് നമ്മുടെ വന്ദേ മാതരം സിക്കുണ്ട് കണ്ടോ. RSSന്റെ കോയിൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് RSSന്റെ 100ാം വർഷമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ കോയിൻ. ഇതിന്റെ മറുഭാഗത്ത് ഇതിന്റെ ഫോട്ടോ ഉണ്ടായിരിക്കും കേട്ടോ. ഇതാ ഓക്കെ ഓക്കെ ഓക്കെ. ദയാനന്ദ സരസ്വതിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 200 രൂപേൻ്റെ നിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന സാധനം 200 രൂപയാണിത്. ഇത് കണ്ടോ 200 രൂപ. ഇപ്പോൾ ഓൾക്കറിൻ്റെ അവരുടെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ 300ാം ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് കണ്ടോ ഇറങ്ങിയ 300 രൂപ കണ്ട് മോദി സർക്കാർ ലാസ്റ്റ് നമ്മളുടെ ചെന്നൈയിൽ പോയപ്പോൾ ചെന്നൈയിൽ അവതരിപ്പിച്ചതായിരുന്നു 1000 രൂപയുടെ ചോളരാജാവ് കണ്ടോ. കണ്ടോ ഇത് 900. ഇത് കഴിഞ്ഞാൽ 800 ഉണ്ട്. ഇപ്പം മുഹമ്മദ് റാബിയുടെ ഇത് കണ്ടോ വർഷമായിട്ട് ഇറക്കിയിട്ടുണ്ട് 100 രൂപയുടെ. 50% ഇതിൽ ഓണത്തിന് നമ്മളുടെ സോവിനിയറൊക്കെ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ 20 ഗ്രാം സിൽവറുമായി 20 ഗ്രാം സിൽവർ വെള്ളിയിൽ ഉണ്ടാക്കിയത്. ഒരു കാലത്ത് ഇന്ത്യയിൽ വിനിമയത്തിൽ ഉണ്ടായിരുന്ന വലിയ ചില നോട്ടുകൾ കൂടി ഇവിടെയുണ്ട്. അതിലൊന്ന് 1000 രൂപയുടെ നോട്ടാണ്. ഇത്രയും വലിയ നോട്ടായിരുന്നു അല്ലേ? ഇത് വലിയ നോട്ടായത് മൊറാർജി ദേശായി ബന്ധാക്കിയ നോട്ടാണത്. ഇതൊക്കെ ഇത് 400 രൂപ. ഇതൊക്കെ ഇത് കണ്ടോ 400 രൂപ. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇത് നമ്മളുടെ ഗുരു തെങ് ബഹാദൂർ 100 രൂപ, 50 രൂപ, 2 രൂപ. വീരപുരുഷന്മാരുടെയും വനിതകളുടെ എല്ലാവരുടെയും ഇതിൽ ഇറക്കിയിട്ടുണ്ടായിരിക്കും. എന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള നാണയങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിൽ. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിലുള്ളതാണ്. കുറച്ച് ഇത് ഛത്രപതി മഹാരാജ് ശിവാജി മഹാരാജിൻ്റെ കാലഘട്ടത്തിലുള്ള കോയിൻസുകളാണ് കണ്ടോ. നിരവധി നാണയങ്ങളും കറൻസികളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ സൽഗുണൻ ചേട്ടൻ്റെ ഒപ്പം ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. കല്യാണിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ അത് അറിയാത്ത പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, അത് വിനിമയം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം, കോയിൻ ശേഖരത്തിലേക്ക് വെക്കാം എന്നുള്ളത് മാത്രമാണ് ചെയ്യാനാവുക. നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇവിടെ ബി ദിലീപ് കുമാർ ഇരിക്കുന്ന സീറ്റിന്റെ അവിടെയായിട്ട് ഇങ്ങനെ പല പല രാജ്യങ്ങളിലെ ചെറിയ ചെറിയ കറൻസികൾ, അത് നമ്മൾ ആരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കും. അതൊരു ഭംഗിയാണ്, ഒരു കൗതുകമാണ്. ഓരോ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കിട്ടുന്നത് കൊണ്ടുപോയി കൊടുക്കും, ചെറിയ തുകകളുടെ. അത് രസമാണ് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.